എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാനായിട്ട് പോകുന്ന നന്ദു അങ്ങോട്ട് പൊളിക്കുവാണ് കോടതിയിൽ. നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നന്ദു കോടതിയിൽ അങ്ങ് കാണിച്ചു കൂട്ടുന്നത്. ഒരു നിമിഷം നയനയും നവ്യം പോലും എല്ലാവരും അമ്പരന്ന് പോവാണ്. അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന് നന്ദുവിനെ കോടതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോലീസുകാർ അങ്ങോട്ട് വരുവാണ്, കോടതി വെളുപ്പിലേക്ക്. ഈ സമയത്താണ് വേണുവിനോട് സംസാരിച്ചോണ്ട് നവ്യയും നയനയും കൂടെ നിൽക്കുന്നുണ്ടേ. അപ്പോഴേക്കും നന്ദു അവരുടെ അരിയിലേക്ക് വന്നു. ഈ സമയം നവിക്ക് നയനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി നന്ദുവിനെ ഇറക്കിക്കൊണ്ട് വരുന്ന കണ്ടപ്പത്തേനും. പിന്നീട് നവ്യയോട് നയനയോടുമായിട്ട് നന്ദു വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, ഉറപ്പായിട്ടും ഞാൻ പുറത്തിറങ്ങും, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയണേ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയാം. അല്ല മോളെ, അത് പിന്നെ എന്ന് പറയണേ, പേടിക്കൊന്നും വേണ്ട, എന്തിനാ പേടിക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടെ വേണു നിൽക്കുന്നുണ്ടേ. വേണുവിനെ കണ്ടതും വേണുവിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഓ, ഞാൻ അകത്തേക്ക് പോകുന്ന കാണാനായിട്ട് ആ കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നതായിരിക്കും അല്ലേ, എന്നാൽ അകത്തേക്ക് കയറി പോരെ, ആ കാഴ്ച കണ്ടിട്ട് പോകാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ വേണു മനസ്സിൽ പറഞ്ഞു, ഇവളുടെ അഹങ്കാരത്തിനൊരു കുറവില്ല എന്ന് വേണു മനസ്സിൽ പറയാണ്. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, അതെ, അകത്തേക്ക് പോകാൻ പറയണം. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. ആ സമയം വേണു പറഞ്ഞു, നിന്റെ അനിയത്തി ഉണ്ടല്ലോ, അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ലോ എന്ന് പറയണം. ഈ സമയം നവ്യ പറഞ്ഞു, അവളൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, പിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണിച്ചു തരാന്ന് പറയണം. പിന്നീട് എല്ലാരും കൂടെ അകത്തേക്ക് പോവാ. വേണു ഭയങ്കര സന്തോഷത്തോടു കൂടിയാ പോകുന്നേ. കാരണം അവളെ അങ്ങനെ ഇന്നത്തോടു കൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ, അവളുടെ ചീട്ട് കയറും, അവള് അകത്തേക്ക് പോകും. ആ ഒരു കാഴ്ച കണ്ണു കുളിർക്കി ഒന്ന് കാണണം എന്ന് കരുതിയിട്ടാണ് കോടതിയിലെ വാദം കേൾക്കാനായിട്ട് വേണുവും കൂടെ കയറി ചെല്ലുന്നത്. അങ്ങനെ നന്ദുവിനെ വിസ്തരിക്കാനായിട്ട് പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുവാണ്. പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർ വന്ന് വാദിക്കാനായിട്ട് തുടങ്ങി. നന്ദുവിനോട് ചോദിച്ചു, പേരെന്താന്ന് ചോദിക്കുക. നന്ദന എന്ന് പറയണം. അല്ല, ഈ മുടി ഇതിപ്പം മുറിച്ചാണോ അതോ പണ്ടേ മുതൽ ഇങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം നന്ദു നോക്കിയിട്ട് പറഞ്ഞു, അത് ഇപ്പം മുറിച്ചല്ല, മുമ്പ് മുതൽ ഞാൻ ഇങ്ങനെയാ, കാരണം എനിക്ക് ഈ മുടി ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ മുടി കട്ട് ചെയ്ത് വിടുന്നതെന്ന് പറയണം. ഓ, ആണുങ്ങളെ പോലെ നടക്കാൻ അനുകരിക്കാനായിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല സാറെന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല, നിങ്ങള് വഴിയെ പോയൊരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചില്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടാൽ നന്ദു പറഞ്ഞു, അങ്ങനെ വഴിയെ പോയ ചെറുപ്പക്കാരെയൊന്നും വെറുതെ മർദ്ദിക്കുന്ന സ്വഭാവമല്ല സാർ എനിക്കെന്ന് പറയണം. കോടതി ജഡ്ജി എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് നിങ്ങള് വെറുതെ പോയൊരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചേ? നിങ്ങൾ കരോട്ടയും കുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കണം. അതെ, കരോട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ബെൽറ്റ് ആന്ന് പറയണം. ഓ, അത് ശരി, അപ്പൊ അതുകൊണ്ടായിരിക്കും ഇല്ലേ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കൈവെക്കാനായിട്ട് നിങ്ങൾ പോയതല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അങ്ങനെ വെറുതെ ആരുടെ ദേഹത്ത് ഞാൻ കൈവെക്കാറില്ലെന്ന് പറയണം. അല്ല, കരോട്ടയും കുമ്പൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞോ മറ്റുള്ളവരെ വെറുതെ വിടില്ലെന്ന്, റോഡിൽ കൂടെ നടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കാം. സാർ, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. വെറുതെ പോയെന്ന് ഒരാളെ പിടിച്ച് തല്ലാന് എനിക്ക് അത്രമാത്രം തലയ്ക്കോ സ്ഥിരക്കേടൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്യുന്നവളും അല്ലെന്ന് പറയണം. പിന്നെ എന്തിനാണ് വഴിയെ പോയൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ പിടിച്ച് തല്ലി കേസാക്കിയെന്ന് ചോദിക്കുക. അല്ല, നിങ്ങൾ വഴിയെ പോയ ചെറുപ്പക്കാരനെ പിടിച്ച് തല്ലിയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, അങ്ങനെ വഴിയെ പോയ ചെറുപ്പക്കാരനെ പിടിച്ച് വെറുതെ തല്ലിയതോ അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ ശ്രമിച്ചൊന്നും അല്ല ഞാൻ സ്കൂട്ടിയെ പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ഒരു പെൺകുട്ടീനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടപ്പം ഞാൻ ഇറങ്ങി പ്രതികരിച്ചു. അതിപ്പം ഇതെന്നല്ല, അങ്ങനെ ഏത് കേസ് കണ്ടാലും ഞാൻ പ്രതികരിച്ചെന്നിരിക്കും എന്ന് പറയണം. ഓ, അങ്ങനെയാണല്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലെന്ന് ചോദിക്കാം. ചെയ്യുമെന്ന് പറയണം. അല്ല, നിങ്ങൾ SI സെലക്ഷന് ഉണ്ടെന്ന് അറിഞ്ഞു. അതെ, എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയണം. ഓ, അങ്ങനെ ട്രെയിനിങ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണോ SI ആകാൻ പോകുന്നതിന്റെ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എനിക്കെന്ന് പറയണം. കാരണം ശരികേട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ പ്രതികരിക്കുമെന്ന് പറയണം. അതിപ്പോ ആരാ എന്താണെന്ന് ഞാൻ നോക്കില്ല എന്ന് പറയണം. അങ്ങനെ അവരെ വിസ്തരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിസ്തരിക്കുന്ന രേണുവിനെയാണ്. പരാതി കൊടുത്തിരിക്കുന്ന അവളാണല്ലോ. അങ്ങനെ രേണുവിന്റെ അടുത്തേക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ചെല്ലുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല, അന്ന് എന്താ ശരിക്കും സംഭവം ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേണു പറഞ്ഞു, ഞാൻ വഴിയിൽ കൂടെ പോണ സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഈ പെൺകുട്ടീനെ കണ്ടേന്ന് പറയണം. അല്ല, ഒരു പ്രകോപനം കൂടാതെ ആയിരുന്നു നിൽക്കും. അതെ, ഒരു കാരണം കൂടാതെ ആയിരുന്നു. അല്ല, നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരനെ പരിചയം ഉണ്ടോ നിൽക്കും. എനിക്കൊരു പരിചയമില്ല, ഞാൻ മുമ്പ് കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയണം. ഞാൻ ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത്, ഇതിനു മുമ്പ് എനിക്കൊരു പരിചയമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം വേണുവിന് സന്തോഷമായി. ഇന്ന് പൊളിക്കും, ഇന്ന് കണ്ടോ, അവളെ കയ്യാമം വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും. പെട്ടെന്ന് നവ്യയുടെ കയ്യിലേക്ക് നയനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ദേ ചേച്ചി, നമ്മുടെ നന്ദു രക്ഷപ്പെടുത്തില്ലല്ലേ, നന്ദുവിനെ
പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ലെന്ന് ചോദിക്കുകയാണ്. നീ ജയിലിലേക്ക് കൊണ്ടുപോകില്ലെന്ന് ചോദിക്കാം. നീ പേടിക്കാതിരിക്കുക, അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് നവി പറയുവാണ്. ഈ സമയത്ത് പിന്നീട് പോലീസുകാരൻ ചോദിച്ചു, അല്ല എന്നിട്ട് എന്താ അവിടെ ഉണ്ടായെന്ന് ചോദിക്കാം. ഞാന് ഇത് കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത് തല്ലല്ലേന്നൊക്കെ പറഞ്ഞെങ്കിലും വെറുതെ വിട്ടില്ല, നന്നായിട്ട് ക്രൂരമായിട്ട് തല്ലി ചതയ്ക്കുക ചെയ്തേന്ന് പറയണം. പക്ഷേങ്കില് ഇതുപോലെയുള്ള പെൺകുട്ടികളൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന നാടിന്റെ വിപത്ത് തന്നെയാണ് സാറ്. ഇങ്ങനെയുള്ളവരെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷ കൊടുത്ത് ജയിലിലേക്ക് പറഞ്ഞു വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നാളെ എന്ത് വിശ്വസിച്ച ഒരു പെൺകുട്ടിയാണല്ലോ ഒരു ചെറുപ്പക്കാരനാണെങ്കിലും പുറത്തിറങ്ങി നടക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടുവാണ്. പിന്നീട് ശരവണൻ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ നന്ദു തല്ലിയെന്ന് പറഞ്ഞ് അവനെ വിളിപ്പിക്കുകയാണ് പ്രോസിക്യൂട്ടർ. പിന്നീട് അയാളെ വിസ്തരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വിസ്തരിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഈ നിൽക്കുന്ന പെൺകുട്ടിനെ അറിയുമെന്ന് ചോദിക്കുക. എനിക്കറിയില്ല എന്ന് പറയണം. പിന്നെ ഇവർ നിങ്ങളെ വന്ന് തല്ലുവോ, വെറുതെ പോകുന്ന ഒരാളെ തല്ലുവോ എന്ന് ചോദിക്കുകയാണ്. അതെനിക്കറിയില്ല സാർ, ഞാൻ നടന്നു പോണ സമയത്ത് എന്നെ വന്ന് തല്ലിയതാന്ന് പറയണം. ഒരു കാരണവും ഇല്ലായിരുന്നു, ഒരു പ്രകോപനം ഇല്ലായിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടുമില്ല, എനിക്കിവരെ മുമ്പ് അറിയത്തുമില്ല എന്ന് പറയണം. അല്ല അങ്ങനെ വരാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കാം. അത് വെറുതെ പോകുന്ന ഒരാളെ പിടിച്ച് തല്ലുവോന്ന് ചോദിക്കാം. ഞാൻ വെറുതെ പോകുന്ന സമയത്ത് ഈ പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ടൊരു നല്ല തണ്ടും തടിയും ഉണ്ടല്ലോടാ എന്ന് പറയാം, നമുക്കൊരു കയ്യിൽ നിന്ന് മുട്ടി നോക്കിയാലോന്ന്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അതെന്താടാ എന്നും ചോദിച്ചോണ്ടായിരുന്നു എന്നെ തല്ലിയെന്ന് പറയണം. തല്ലല്ലേന്നൊക്കെ പറഞ്ഞ ആകുന്ന ഞാൻ കരഞ്ഞു പറഞ്ഞെങ്കിലും എന്നെ വെറുതെ വിട്ടില്ല എന്ന് പറയണം. പിന്നീട് അങ്ങനെ വാദമൊക്കെ കഴിഞ്ഞു. വാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കേട്ടില്ലേ ബഹുമാനപ്പെടുത്ത കോടതി, ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിനെ ഒരു കാരണവശാലും പുറത്തിറങ്ങാനായിട്ട് അനുവദിക്കില്ല. ഒന്നുമല്ലേലും അവളെ SI സെലക്ഷൻ ടെസ്റ്റ് പാസ്സായിട്ട് ട്രെയിനിങ്ങിന് പോകാൻ ഇരിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവരൊക്കെ SI ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ? അതുകൊണ്ട് ഒരു കാരണവശാലും അവൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വാദിച്ചു. അയാളുടെ വാദം കഴിഞ്ഞു അവിടെ ഇരുന്നു. ഇനിയിപ്പം പ്രതിസ്ഥാനത്തു നിന്നുള്ള വാദമാണ് വേണ്ടത്. ആ സമയത്ത് അവിടെ മാരാർ വക്കീൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നീട് വക്കീലിനോട് വാദിക്കാണ്ട് പറയാ. ഈ സമയത്ത് നന്ദു പറഞ്ഞു, അതെ സാർ, എനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറയണം. അതെ, എന്റെ കേസ് എനിക്ക് തന്നെ വാദിക്കണമെന്ന് പറയാം. ഒരു നിമിഷം നവ്യ നയനയൊക്കെ ഞെട്ടിപ്പോയി. വേണുവിന് സന്തോഷമായി. രക്ഷപ്പെട്ടു, 8 നില പൊട്ടാനുള്ള കാര്യം ഇവള് ചെയ്യുന്നേന്നുള്ള. പെട്ടെന്ന് നവ്യ നയനോട് ചെയ്ത് എന്താ ഇവളെ കാണിക്കുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. നയന പറഞ്ഞു, എനിക്കും അറിയില്ല ചേച്ചി, നന്ദുവിന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ദൈവമേ. പിന്നീട് കോടതി അങ്ങനെ അത് അനുവദിച്ചു കൊടുക്കണം, സ്വന്തമായിട്ട് വാദിക്കാനുള്ളേ. നന്ദു അങ്ങനെ അങ്ങോട്ട് വരുവാണ് പ്രതിക്കൂട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആ വരവൊക്കെ ഒന്ന് കാണണം, നല്ല സെറ്റപ്പാണ്. കാരണം ഈ പറയണ ആ രേണുവോ അല്ലെ ശരവണ്ണോ ഒട്ടുവോ പ്രതീക്ഷിച്ചിരുന്ന കാര്യമില്ല നന്ദു വാദിക്കാനായിട്ട് വരുമെന്ന്. പിന്നീട് നന്ദു നേരെ രേണുവിനെയാണ് ആദ്യം രേണുവിന്റെ അടുത്താണ് ആദ്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വരുന്നത്. പിന്നെ രേണുവിനെ അങ്ങോട്ട് പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി. പിന്നീട് പേരൊക്കെ ചോദിച്ചതിന് ശേഷം ചോദിച്ചു, അല്ല 2023 സെപ്റ്റംബർ 5-ാം തീയതി അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കണം. ഒരു നിമിഷം കോടതി വളപ്പിൽ ഒരു നിശബ്ദത. ഈ പറയുന്ന വേണുവൊക്കെ ഞെട്ടി. ഇവളെന്തായി ചോദിക്കുന്നേ? 2023 കാര്യം, കഴിഞ്ഞ ദിവസം തല്ലി നടന്നതിന് 2023 കാര്യം എന്തിനാ ചോദിക്കണേ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് വക്കീലും നന്ദുവിനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ കൈ ഓക്കെ എന്ന് കാണിക്കണം, വാദിച്ചോളാൻ പറയണം. അപ്പൊ വക്കീലും നന്ദുവും തമ്മിലുള്ള ഒരു ഡീലിങ്സ് ആയിരുന്നത്. പിന്നീട് നന്ദുവിന്റെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരുവാണ്. വക്കീല് കാണാൻ വന്ന് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. എല്ലാം ഓർമ്മയിലുണ്ടായിരിക്കണം, ഒന്നും മറന്നു പോരെന്ന് പറയണം. നന്ദു ഡീൽ ചെയ്തു. അങ്ങനെ അവര് തമ്മിലുള്ള ഒരു ഡീലിങ്ങിന്റെ ഫലമായിട്ടാണ് മാരാർ വക്കീല് വാദിക്കാൻ കയറാത്ത. നന്ദു തന്നെ അവൾക്ക് വേണ്ടി വാദിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ പെർഫോം ചെയ്യണമെന്നൊക്കെയുള്ള. അതുകൊണ്ട് നന്ദുവിന് ഒരു പേടിയില്ലായിരുന്നു. നന്ദു നല്ല കൂളായിരുന്നു. ഒരു നിമിഷം രേണു ഒന്ന് ഞെട്ടിപ്പോയി. പിന്നീട് രേണുവിനോട് ചോദിച്ചു, എന്താ ജോലി? ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തണം. ബ്യൂട്ടി പാർലർ മാത്രമാണോ, മസാജിങ് സെന്റർ ഉണ്ടെന്ന് ചോദിക്കാം. മസാജിങ് സെന്റർ ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ 2003 സെപ്റ്റംബർ 5-ാം തീയതി എന്താ നടന്നേ? നിങ്ങളുടെ ഫെദർ ടച്ച് എന്ന പേരിലുള്ള ആ മസാജിങ് സെന്ററിൽ റെയ്ഡ് നടന്നില്ലേന്ന് ചോദിക്കണം. പെൺകുട്ടിക്കൊന്നും പറയാനില്ല. രേണു ഇങ്ങനെ മിണ്ടായിരിക്കണം. നിങ്ങളെ പിന്നെ 3-4 പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവളൊന്നും മിണ്ടാ നിൽക്കുകയാണ്. പെട്ടെന്ന് കോടതി ജഡ്ജി പറഞ്ഞു, എന്താ അതിനുള്ള മറുപടി കൊടുക്കാൻ പറയണം. ഈ സമയത്ത് രേണു പറഞ്ഞു, റെയ്ഡ് നടന്നു, അറസ്റ്റ് നടന്നെന്ന് പറയണം. അതൊരു കള്ളപ്പരാതിയായിരുന്നു പറയണം. കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചാന്ന് പറയണം. കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ ഇല്ലയോ? നിങ്ങൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ശേഷം നിങ്ങൾ കുറ്റക്കാരിയാന്ന് കണ്ട് നിങ്ങൾ ജയിലിൽ പോയി കിടന്നില്ലേ, 5-6 മാസം ജയിലിൽ പോയി കിടന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേണുവിന്റെ വായിക്കാത്ത നാവില്ലായിരുന്നു. സത്യം പറ, ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. തെളിവുകളുള്ളതാണല്ലോ, ശരിയല്ലാന്ന് സമ്മതിക്കാനായിട്ട് പറ്റില്ല. അതെ ശരിയാന്ന് പറയണം. പിന്നീട്
ചോദിച്ചു, അല്ല ആ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് പരിചയമില്ലെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് പരിചയമില്ല എന്ന് പറയണം. ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കണം. ഉറപ്പാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, നിങ്ങളുടെ ഫെദർ ടച്ച് എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടി പാർലർ മസാജിങ് സെന്ററിൽ ആ പറയുന്ന വ്യക്തി വരാറില്ലേന്ന് ചോദിക്കണേ. പെട്ടെന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നെ നന്ദു അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. പിന്നീട് ചോദിച്ചു, അല്ല നിങ്ങൾ അകത്ത് കിടന്നിട്ട് നിങ്ങളെ കുറ്റക്കാരിയാന്നല്ലേ തെളിഞ്ഞെന്ന് ചോദിക്കണം. അത് പിന്നെ കള്ളക്കേസായതുകൊണ്ട് കള്ളക്കേസാണോ അല്ലയോ നിങ്ങൾ കുറ്റക്കാരിയെന്ന് തെളിഞ്ഞില്ലേന്ന് ചോദിക്കണം. തെളിഞ്ഞെന്ന് പറയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം വേണ്ടി പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടി മൊഴി തരാനായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാണ് നന്ദു. അങ്ങനെ അവളെ വിസ്തരിച്ചു കഴിഞ്ഞു. കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരു നിമിഷം രേണു ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. രേണുവിന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം, തന്റെ കള്ളത്തരമൊക്കെ പുറത്തറിഞ്ഞെന്നുള്ള കാര്യം. പിന്നീട് നേരെ ചെല്ലുന്ന ശരവണന്റെ അടുത്തേക്കാണ്. ശരവണനെ വെറുതെ കൂട്ടിലേക്ക് കയറ്റി നിർത്തി. പിന്നീട് ശരവണനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, ആ നിൽക്കുന്ന പെൺകുട്ടിനെ അറിയാവുന്ന ചോദിക്കാം. എനിക്കറിയില്ല എന്ന് പറയണം. നിങ്ങൾ വെറുതെ നടന്നു പോയപ്പം നിങ്ങളെ തല്ലാനായിട്ട് വന്നോന്ന് ചോദിക്കണം. അതെ, ഞാൻ വെറുതെ നടന്നു പോയിരുന്നു, ആ സമയത്താണ് തല്ലിയെന്ന് പറയാം. അല്ല നിങ്ങൾ ഇതിനു മുമ്പ് ആരെ കൈവച്ചിട്ടില്ലേ, ആരുടെ ദേഹത്ത് കൈവച്ചിട്ടില്ലേ എന്ന് ചോദിക്കാം. അത് കൈവച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ വെച്ചിട്ടുണ്ട്. കാരണം എന്നെ ആരെങ്കിലും വെറുതെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെയൊന്നും വെറുതെ വിടാറില്ലെന്ന് പറയണം. ആ ആഹാ, അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങളുടെ ദേഹത്തേക്ക് കൈവെക്കാനായിട്ട് ഒരു പെൺകുട്ടി വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിക്കുകയാണ്. ശരവണൻ പെട്ടു. അല്ല നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അവസാനം പറഞ്ഞു ഉണ്ടെന്ന് പറയണം. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിക്കണം. അത് പിന്നെ ഓഹോ, പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങളൊരു ഗുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും അയാൾക്ക് മറുപടി ഒന്നുമില്ല. നിങ്ങളുടെ ഗുണ്ടാലിസ്റ്റിപ്പെടുത്തി നിങ്ങളെ ജയിലിൽ അടച്ചിട്ടുള്ളല്ലേ എന്ന് ചോദിക്കണം. ശരവണ്ണന് മനസ്സിലായി തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്നുള്ള കാര്യം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പറഞ്ഞു, നിങ്ങൾ സ്ഥിരമായിട്ട് ആ നിൽക്കുന്ന രേണുവിന്റെ മസാജിങ് സെന്ററിൽ പോകാറില്ലായിരുന്നു ചോദിക്കണേ. അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം. അതെ, കഴിഞ്ഞ ദിവസം വരെ പോയതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. എല്ലാം തകർന്നു പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് ചോദിച്ചു, നിങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. രേണുവിന് നിങ്ങളെ സ്ഥിരം കാണാൻ പോവാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളാണോ എനിക്ക് വേണ്ടി മൊഴി കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അല്ല, മുമ്പ് രേണു പറഞ്ഞൊരു പരിചയമില്ലാന്ന് നിങ്ങളെ, അതുപോലെ തന്നെ നിങ്ങളും പറഞ്ഞു അവളെ പരിചയമില്ലാന്ന്. പരിചയമില്ലാത്ത നിങ്ങൾ എന്തിനാ സ്ഥിരം അവിടെ കയറി ഇറങ്ങാറുള്ളതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, അല്ല നിങ്ങൾ അവളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം ശരവണ്ണൻ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്ത് മറുപടി പറയണം അതിനറിയത്തില്ല. കാരണം നന്ദു പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് നന്ദു പറഞ്ഞു, കണ്ടില്ലേ, ഇതുപോലെ ഒരു ഗുണ്ട ആക്ടിപ്പെടുത്തിയിട്ട് ജയിലിലടച്ച ഒരാളാണ് എനിക്കെതിരെ വന്ന് മൊഴി തന്നിരിക്കുന്നത്. കാരണം അയാളുടെ ദേഹത്ത് ഞാൻ കൈവച്ചിട്ട് അയാളൊന്നും പ്രതികരിക്കാതെ നിന്ന് പോലും. അയാൾ അങ്ങനെ പ്രതികരിക്കാതെ നിൽക്കുന്നവനല്ല, അയാളുടെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചടിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ എൻ്റെ ദേഹത്ത് കൈവച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു അങ്ങോട്ട് ഗംഭീര പ്രകടനം തന്നെ നടത്തണം. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും നയന് പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട് നന്ദു. നന്ദു ഇങ്ങനെ വാദിച്ചു ജയിക്കുമെന്ന് വിചാരിച്ചില്ല. കോടതിക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വേണു ഒക്കെ ആണെങ്കിൽ തല കുനിച്ചിരിക്കുകയാണ്. വേണുവിന് തല ഉയർത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. നന്ദുവിനെ ജയിലിലേക്ക് കൊണ്ടുവന്ന് കരുതി വന്നിരുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി വന്നിരുന്ന വേണുവിന്റെ മുന്നിൽ നന്ദുവിന്റെ തകർപ്പം പ്രകടനം തന്നെയാണ് കാണുന്നത്. അതിന്റെ വിശേഷങ്ങളെന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നന്ദു എല്ലാത്തിനും പൊളിച്ചടുക്കി കള്ളക്കേസ് അന്ന് തെളിയിക്കുകയും ചെയ്തു. നന്ദു ഇനി നല്ല ധൈര്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.